ക്രിസ്റ്റി, വരുൺ ബംഗ്ലാവിലേക്ക് വന്നു. നിന്നോട് പറഞ്ഞതല്ലേടാ നൈറ്റ് പോകണ്ടാന്ന്. ഇപ്പൊ നോക്ക് എന്താ ഉണ്ടായെന്ന്. ഐ എം ഫൈൻ വരുൺ, നമുക്ക് പോകാം. ക്രിസ്റ്റി എഴുന്നേറ്റ് ശ്രീനാഥിന് കൈകൊടുത്തു. അപ്പോ ഓക്കെ, എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഞങ്ങളും ഒന്ന് തിരിക്കും നാട്ടിലേക്ക്, ശ്രീനാഥ് പറഞ്ഞു. ക്രിസ്റ്റി ചെറുതായൊന്ന് ചിരിച്ച് രാധികയെ നോക്കി. പോകാം, വരുൺ പറഞ്ഞു. വരുണിന്റെ കാറിൽ കയറുമ്പോഴും ക്രിസ്റ്റി രാധികയെ ഒന്ന് നോക്കി. എന്താടാ നിനക്കൊരു സങ്കടം? വരുൺ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു. നീ പറഞ്ഞത് കറക്റ്റാണ്, അവളവന്റെ ഭാര്യയാ. ശ്രീനാഥിന്റെ ഭാര്യയാ രാധിക. ക്രിസ്റ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അപ്പോ നീ എന്താ പറഞ്ഞേ? ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന്. എന്നാലും എനിക്ക് അവളെ ഇഷ്ടമായിടാ. എവിടെയോ അവളുമായി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു എനിക്ക്. ഇപ്പോഴും എന്റെ മനസ്സ് അവളെ ചുറ്റിപ്പറ്റിയ. വേണ്ട ക്രിസ്റ്റി, അത് മറന്നേക്ക്. വേറൊരുത്തന്റെ ഭാര്യയെ നിനക്കെന്തിനാ? അവളെക്കാൾ നല്ല എത്ര കുട്ടികളുണ്ട്. യു ഡിസർവ് ബെറ്റർ ഡാ. ശ്രീനാഥ് കാർ കാളിയാർമാനയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഏട്ടത്തി, കുട്ടികളെത്തി, യമുന അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പ്? യമുന രാധികയുടെ കൈ പിടിച്ചു. നന്നായിരുന്നു ചെറിയമ്മേ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി പോണം. അപ്പോഴാ ഒന്നുകൂടെ രസം, അല്ലേ ശ്രീയേട്ടാ? ശ്രീനാഥ് ചിരിച്ചു. അകത്തേക്ക് വാ മക്കളെ, പുറത്തു തന്നെ നിൽക്കാതെ, കുഞ്ഞുലക്ഷ്മിയമ്മ വന്നു പറഞ്ഞു. ചെറിയച്ഛനും ഏട്ടനും എവിടെ? ശ്രീ ചോദിച്ചു. ഹോസ്പിറ്റലിന്റെ കാര്യത്തിന് പോയിരിക്കുക, ശ്രീജ പറഞ്ഞു. വന്നതല്ലേ ഉള്ളൂ, ചെന്ന് റെസ്റ്റ് എടുക്ക എല്ലാവരും. ശ്രീനാഥ് തന്റെ കട്ടിലിൽ നിവർന്നു കിടന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നേ? രാധിക ശ്രീനാഥിന്റെ അടുത്തു വന്നിരുന്നു. ഏയ് ഒന്നുമില്ല രാധു, വെറുതെ കിടന്നതാ. എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ഈ മുഖത്തൊന്നും എനിക്ക് വായിച്ചെടുക്കാനാകും ശ്രീയേട്ടാ. ഗൗരിയെക്കുറിച്ച് ആലോചിക്കുകയാണല്ലേ? അതെന്താ എന്നോട് പറഞ്ഞ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്നാലും നിനക്കിടയ്ക്കൊരു കുശുമ്പുണ്ടല്ലോ. ശ്രീനാഥ് രാധികയെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതെനിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. എന്നാലേ ആ കുശുമ്പ് കാണാൻ നല്ല രസാ രാധു. ഗൗരിയെ കൊന്നത് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്രീനാഥ് ചോദിച്ചു. ആരായാലും പിന്നെ അയാൾ ജീവനോടെ വേണ്ട ശ്രീയേട്ടാ. രാധു? ശ്രീനാഥ് വിശ്വാസം വരാതെ രാധികയുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. അതെ, എന്നെപ്പോലെ ഒരു കുട്ടിയല്ലേ അവളും. പാപത്തിന്റെ ശമ്പളം മരണമല്ലേ ശ്രീയേട്ടാ. ഞാൻ ഒരിക്കലും ശ്രീയേട്ടനെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് ശ്രീയേട്ടനെ നഷ്ടപ്പെടാനാവില്ല. ആരാണെന്ന് കണ്ടെത്തണം. അവൾക്കു വേണ്ടി അതെങ്കിലും ചെയ്തു കൊടുക്കണം. ഞാനായിട്ട് ഒരുപാട് നോവിച്ചവളെ, ഒരുപാട് സ്വപ്നങ്ങൾ നൽകി പറ്റിച്ചു. അങ്ങനെയൊന്നും പറയല്ല ശ്രീയേട്ടാ. നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ എല്ലാം. ഇനി അത് പറഞ്ഞ് വിഷമിക്കാതെ. നീ റെസ്റ്റ് എടുക്ക്, എനിക്ക് 1-2 കോൾസ് ചെയ്യാനുണ്ട്. ശ്രീനാഥ് ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി. രാത്രി ശ്രീനാഥ് മുറ്റത്ത് നടക്കുകയായിരുന്നു. ഇതെന്താ നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുന്നേ? അരുൺ അവിടേക്ക് വന്നു. എന്താടാ, നിന്റെ ടെൻഷൻ കഴിഞ്ഞില്ല ഇതുവരെ? കഴിയേ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഗൗരിയെ മാത്രമേ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ഇനിയും കിടക്കുക 3 പേര്. വൈശാഖൻ, നീലിമ, മഹേന്ദ്രൻ. ഇവരെ കൂടി പറഞ്ഞയക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവൂ. അതിന് മഹേന്ദ്രൻ ആരാണെന്ന് കണ്ടെത്തണ്ടേ? ഇതുവരെ അതിനു പറ്റിയില്ലല്ലോ നമ്മൾക്ക്. കണ്ടെത്തണം. ആരാണെന്ന് എനിക്കൊരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. ശ്രീനാഥ് അരുണിനെ നോക്കി. ആരാടാത്? നീ തന്നെ പറയേ. ഞാൻ വൈശാഖൻ, എന്റെ രാധു നീലിമ, നീലിമയുടെ മുറച്ചെറുക്കൻ മഹേന്ദ്രൻ. അപ്പോ രാധുവിന്റെ മുറച്ചെറുക്കൻ കാശി. അരുൺ ശ്രീയെ നോക്കി. കാശി തന്നെ. തെളിവുകൾ ഒരുപാടുണ്ടല്ലോ. കാശി എത്ര തവണ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോ അവൻ തന്നെയല്ലേ മഹേന്ദ്രൻ? അതെ, നീ പറഞ്ഞതാ ശരി. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. ഞാനിപ്പ വരാം, എനിക്ക് അവനെ ഒന്ന് കാണണം. ശ്രീനാഥ് കാറിന്റെ അടുത്തേക്ക് പോയപ്പോൾ അരുൺ ശ്രീയെ തടഞ്ഞു. വേണ്ടടാ, അത് അബദ്ധമാകും. അവൻ അറിഞ്ഞാ പിന്നെ എല്ലാം തകരും. അത് വേണ്ട ശ്രീ, ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്.
ശരി, കേൾക്കാം. പക്ഷേ അവൻ മഹേന്ദ്രനാണെങ്കിൽ എനിക്ക് അവനിട്ട് കൊടുക്കാനുള്ള എല്ലാ കണക്കുകളും തീർത്തു കൊടുക്കും ഞാൻ. ശ്രീനാഥിനെ അവൻ അറിയില്ല. ശ്രീയേട്ടൻ എവിടേക്കാ? രാധിക കോളേജിലേക്ക് പോകാനായി ഒരുങ്ങി. ഞാൻ ഹോസ്പിറ്റൽ വാങ്ങുന്നതിന്റെ കാര്യത്തിന് സച്ചിയുടെ ഒപ്പം പോവാ. നീ കോളേജിലേക്കാണോ? അതെ. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. നീ ഒരു കാര്യം ചെയ്യ്. അരുൺ ബാങ്കിലേക്ക് പോകുന്നുണ്ട്, അവനോട് പറയാം. ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. അത് വേണ്ട രാധു, എന്തായാലും അവൻ പോകുന്നുണ്ടല്ലോ, അവൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളും. ശരി. ശ്രീനാഥും രാധികയും താഴേക്ക് ചെല്ലുമ്പോൾ അരുൺ പുറത്തേക്ക് പോകാനായി റെഡിയായി നിന്നു. അരുൺ, നീ പോകുമ്പോ ഇവളെ ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യണേ, ശ്രീനാഥ് പറഞ്ഞു. ഓക്കെ, അരുൺ പറഞ്ഞു. പൊയ്ക്കോ. ശ്രീനാഥ് രാധികയെ നോക്കി. ഈ സച്ചി എവിടെ? ഇവന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഞാനിതാ വന്നു ബ്രോ. അരുണും രാധികയും ടൗണിലേക്കും ശ്രീനാഥ് സച്ചിയും ഹോസ്പിറ്റലിന്റെ കാര്യത്തിനുമായി പോയി. രാധിക ഫോണെടുത്ത് വാട്സാപ്പ് തുറന്നു നോക്കി. അയ്യോ, ഇന്ന് ക്ലാസ്സിൽ അരുൺ ചേട്ടാ. കോളേജിന്റെ മുൻ ചെയർമാൻ മരിച്ചത്രേ, അവധിയാ ഇന്ന്. ഇതേ ഗ്രൂപ്പിലുണ്ട്, രാധിക പറഞ്ഞു. ആണോ? രാധികയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് എന്റെ അങ്കിളിന്റെ വീട്ടിലേൽപ്പിക്കണം. കൂടിപ്പോയാ ഒരു 2 മണിക്കൂർ, എന്നിട്ട് വീട്ടിലാക്കി തരാം. എനിക്ക് കുഴപ്പമില്ല അരുണേട്ടാ, ഞാൻ ശ്രീയേട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ. രാധിക ഫോണെടുത്ത് ശ്രീനാഥിനെ വിളിച്ചു. എന്താണ് രാധിക ഈ നേരത്തെ വിളിച്ചേ? ശ്രീനാഥ് ചോദിച്ചു. ശ്രീയേട്ടാ, ഇന്ന് ക്ലാസ്സില്ല, രാധിക കാര്യം പറഞ്ഞു. ആണോ? എന്നാൽ അത് കഴിഞ്ഞു പോരെ, അപ്പോഴേക്ക് ഞങ്ങളും എത്താം. ശരി ശ്രീയേട്ടാ. എന്തു പറഞ്ഞു ശ്രീ? പൊയ്ക്കോന്ന്, രാധിക പറഞ്ഞു. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ശ്രീയെ വിളിച്ചു പറഞ്ഞത്? അരുൺ ചോദിച്ചു. അയ്യോ അരുൺ ചേട്ടാ, അങ്ങനെയൊന്നുമല്ല. പണ്ടു മുതലേ ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും അച്ഛനോടോ അപ്പയോടോ പറയും, ശീലമായി. ഇപ്പോ ശ്രീയേട്ടനോടും. അത് നല്ല സ്വഭാവമാണ്, അരുൺ ചിരിച്ചു. ബാങ്കിൽ നിന്ന് പണമെടുത്ത് അങ്കിളിനെ ഏൽപ്പിച്ച ശേഷം അരുണും രാധികയും മടങ്ങി. സോറി രാധിക, ഇത്ര ലേറ്റാവുമെന്ന് കരുതിയില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പോകാം. ഇതെന്തു പറ്റി? അരുൺ പറഞ്ഞു. എന്താ അരുണേട്ടാ? ബ്രേക്ക് കിട്ടുന്നില്ല രാധിക. ഓ മൈ ഗോഡ്. അരുൺ കാറിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ശ്രമിച്ചു. രാധിക, എന്നെക്കൊണ്ടാവുന്നില്ല. അരുണിന്റെ കാർ നിയന്ത്രണം വിട്ട് തെറ്റിപ്പാഞ്ഞു. അരുണേട്ടാ! മോനെ. മനക്കിലേക്ക് വന്ന ശ്രീനാഥിന്റെ അടുത്തേക്ക് ശ്രീജ ഓടി വന്നു. മോനെ, രാധുമോൾ എത്തിയിട്ടില്ല. അരുണും വന്നില്ലെന്നോ? സച്ചി ശ്രീനാഥിനെ നോക്കി. വാ സച്ചി. ശ്രീനാഥ് പുറത്തേക്ക് തന്നെ ഇറങ്ങി. സച്ചി, നീ അരുണിന്റെ ഫോണിലേക്കൊന്ന് ട്രൈ ചെയ്, ശ്രീനാഥ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. ഇല്ല ഏട്ടാ, രണ്ടാളുടെയും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ഇവരിതെവിടെ പോയി? അറിയില്ല. ശ്രീനാഥ് നെഞ്ചിൽ കൈവച്ചു. അരുൺ ബ്രോയുടെ കസിന്റെ വീട്ടിലേക്കല്ലേ പോയത്? നമുക്ക് അവിടെയൊന്ന് പോയാലോ? പോകാം. ശ്രീനാഥ് കാറിന്റെ സ്പീഡ് കൂട്ടി. കുട്ടേട്ടാ, വണ്ടി നിർത്തിക്കേ. ആ കിടക്കുന്നത് അരുൺ ബ്രോയുടെ കാറല്ലേ? വഴിയിൽ ഒരു മരത്തിന്മേൽ ഇടിച്ചു നിൽക്കുന്ന കാർ കണ്ട് സച്ചി ചോദിച്ചു. ശ്രീനാഥ് കാർ നിർത്തി പുറത്തേക്കിറങ്ങി. അതേടാ, ഇത് അരുണിന്റെ കാറാണ്. ദേ, രാധുവിന്റെ ബാഗ്. ദൈവമേ, ഇവരിതെവിടെ? നിങ്ങളാരാ? അവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ അവിടേക്ക് വന്നു. ഞാൻ ഡോക്ടർ ശ്രീനാഥ്. ഇതെന്റെ ഫ്രണ്ടിന്റെ കാറാണ്. കാണാതെയായപ്പോൾ അന്വേഷിച്ചിറങ്ങിയതാ. ഇങ്ങനെ ഒരു കാർ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞു വന്നതാ ഞങ്ങൾ. ബട്ട് ആരെയും കണ്ടില്ല. ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്, പോലീസുകാർ പറഞ്ഞു. കുട്ടേട്ടാ, നമുക്കൊന്ന് അന്വേഷിക്കാം ഹോസ്പിറ്റലിൽ. സച്ചി കാറെടുത്തു. ശ്രീനാഥ് ഫോണെടുത്ത് രാധികയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. എന്റെ രാധു, ഫോണൊന്നെടുക്ക് പ്ലീസ്. എന്റെ നാഗത്താന്മാരെ, എന്റെ രാധു, അരുൺ, അവരെവിടെ? ശ്രീനാഥിനൊരു സ്വസ്ഥതയും കിട്ടിയില്ല. ശ്രീനാഥ് കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ശ്രീയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ. യെസ്. ഓക്കെ. ശ്രീനാഥ് ഫോൺ കട്ട് ചെയ്തു. സച്ചി, കാർ നിർത്ത്. സച്ചി കാർ നിർത്തി. എന്താ കുട്ടേട്ടാ? വാ, ശ്രീനാഥ് പറഞ്ഞു. റോഡ് സൈഡിലെ പറമ്പിലേക്ക് ശ്രീനാഥ് ഓടിക്കയറി.
പിന്നാലെ സച്ചിയും. രാധു! ശ്രീനാഥ് വിളിച്ചുകൊണ്ടിരുന്നു. ഏട്ടത്തീ! അരുൺ! സച്ചി വിളിച്ചു നടന്നു. ഏട്ടാ, ഏട്ടത്തിയുടെ ഷാൾ. മരത്തിന്മേൽ കുടുങ്ങിക്കിടക്കുന്ന ഷാളെടുത്ത് സച്ചി ശ്രീനാഥിന് നേരെ നീട്ടി. എന്റെ രാധു! 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 ശ്രീനാഥ് നിലത്ത് കിടക്കുന്ന രാധികയെ കണ്ടു. അടുത്തു നിൽക്കുന്ന കാശിയെയും. രാധു! രാധു! ശ്രീനാഥ് രാധികയെ തട്ടി വിളിച്ചു. എന്താ കാശി? എന്താ നീ എന്റെ രാധികയെ ചെയ്തത്? ശ്രീനാഥ് കാശിയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല ശ്രീ. ഏട്ടാ, വഴക്കുണ്ടാക്കാതെ ഏട്ടത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗം വാ. അരുൺ എവിടെ? ശ്രീനാഥ് കാശിയെ നോക്കി. കാശി ഒരിടത്തേക്ക് ചൂണ്ടിക്കാട്ടി. അരുൺ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഏട്ടാ, ഏട്ടത്തെ നോക്ക്, ഞാൻ അരുണിനെ നോക്കിക്കോളാം. സച്ചി അരുണിന്റെ അടുത്തേക്ക് പോയി. സച്ചിയും കാശിയും കൂടി അരുണിനെ താങ്ങിയെടുത്തു. രാധു, എന്താ പറ്റിയത്? ശ്രീനാഥ് രാധികയോട് ചോദിച്ചു. അറിയില്ല ശ്രീയേട്ടാ, കാറിന്റെ ബ്രേക്ക് പോയി ഒരു മരത്തിലിടിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അരുൺ ചേട്ടൻ? അവന് കുഴപ്പമൊന്നുമില്ല, നീ റെസ്റ്റ് എടുക്ക്. ശ്രീനാഥ് പുറത്തേക്കിറങ്ങിപ്പോയി. സച്ചി, അരുണിനിപ്പോ എങ്ങനെയുണ്ട്? ഐ എം ഓക്കെ ശ്രീ. രാധിക? ഫൈൻ. എന്താ ഉണ്ടായത്? അറിയില്ലടാ, പെട്ടെന്ന് കാറിന്റെ കൺട്രോൾ വിട്ടുപോയി മരത്തിലിടിച്ചു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇടയ്ക്ക് ബോധം വന്നപ്പോ കാശിയെ കണ്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലടാ. ശ്രീനാഥ് പുറത്തേക്ക് പോയി. മനക്കൽ എല്ലാവരും എത്തിയിരുന്നു. കാശി! ശ്രീനാഥ് വിളിച്ചു. നീ എങ്ങനെ അവിടെ എത്തി? അത് പിന്നെ... കാശി താഴേക്ക് നോക്കി നിന്നു. പറയാൻ! ശ്രീനാഥ് ഒച്ചയെടുത്തു. എന്താ മോനെ? രഘു ചോദിച്ചു. ഇവനവിടെ ഉണ്ടായിരുന്നു. അരുൺ പറഞ്ഞു ബോധം തെളിഞ്ഞപ്പോ കാശിയെ കണ്ടെന്ന്. ഇവൻ പറയട്ടെ എങ്ങനെ അവിടെ എത്തിന്ന്. കാശി പറയേ, നീ എങ്ങനെ അവിടെ എത്തി? രഘു ചോദിച്ചു. അമ്മാവ, ഞാൻ... രഘു കാശിയുടെ മുഖത്തേക്കടിച്ചു. അവളെ കൊല്ലാൻ നോക്കിയത് നീയാകും, എനിക്കറിയാം. ഇറങ്ങിക്കോ ഇവിടുന്ന്, ഇപ്പൊ തന്നെ. ഇനി നിന്നെ ഞങ്ങൾക്ക് കാണണ്ട. ഇറങ്ങിപ്പോടാ. രഘു കാശിയെ പിടിച്ചു തള്ളി. അതെ, ഞാൻ തന്നെയാ അവളെ ഉപദ്രവിച്ചേ. ഇനിയും ഉപദ്രവിക്കും. അവൾ എന്റെയാ. ഈ കാശിനാഥൻ മരിക്കണം, അവളിവന്റെ ഒപ്പം സ്വസ്ഥതയോടെ ജീവിക്കണമെങ്കിൽ. കാശി മനയ്ക്കൽ നിന്ന് ഇറങ്ങി നടന്നു. വലിയിടത്തു നിന്ന് വന്നവർ തിരികെ പോയ ശേഷം ശ്രീനാഥ് പുറത്തേക്കിറങ്ങി. പറമ്പിൽ ഒരിടത്ത് പോയിരുന്നു. മഹേന്ദ്രനെ കിട്ടിയില്ലേ? ശബ്ദം കേട്ട് ശ്രീനാഥ് ചുറ്റും നോക്കി. ആരാ? വൈശാഖൻ. മഹേന്ദ്രനെ മുന്നിൽ കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്താ നീ? അവൻ മഹേന്ദ്രനായി തന്നെ വരണം എന്റെ മുൻപിൽ. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അപകടമാണത് ശ്രീനാഥ്. അറിയാം. എനിക്കൊരു കാര്യം അറിയണം. മഹേന്ദ്രനെ നിങ്ങളല്ലേ കൊന്നത്? അപ്പോ നീലിമയെ ആരാ കൊന്നത്? മഹേന്ദ്രനാണോ? അതെ. വൈശാഖന്റെ ശബ്ദമുയർന്നു. എന്റെ പെണ്ണിനെ ഇല്ലാതാക്കിയത് അവനാ, മഹേന്ദ്രൻ. ഞാൻ ചെല്ലുമ്പോ ചോരയിൽ കൊളിച്ചു കിടക്കുന്ന എന്റെ നീലിമയാണ് കാണുന്നത്, കയ്യിൽ കത്തി പിടിച്ചു നിൽക്കുന്ന മഹേന്ദ്രനെയും. എന്റെ നീലിമയെ കൊന്ന അവനെ ഞാൻ എങ്ങനെ വെറുതെ വിടും? കൊന്നു. അതേ കത്തി അവന്റെ നെഞ്ചിൽ കുത്തിക്കയറ്റി അവനെ ഞാൻ കൊന്നു. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. മഹേന്ദ്രനല്ല നീലിമയെ കൊന്നത്. ശ്രീനാഥ് പറഞ്ഞു. പിന്നെ ആരാ? എന്നേക്കാൾ അറിവുണ്ടോ നിനക്ക്? അങ്ങനെ ഒരുപാട് അറിവുകളുണ്ടെങ്കിൽ ഇതൊക്കെ സ്വയം പരിഹാരം കാണണമായിരുന്നു. അല്ലാതെ ഇതുമായി ബന്ധമില്ലാത്ത എന്നെയും രാധികയെ ഇതിലേക്ക് വലിച്ചിടുകയല്ല വേണ്ടത്. വേണമെങ്കിൽ വിശ്വസിക്കാം, മഹേന്ദ്രനല്ല നീലിമയെ കൊന്നത്. മഹേന്ദ്രന് നീലിമയെ കൊല്ലാൻ കഴിയില്ല. കാരണം നിങ്ങളെക്കാളേറെ മഹേന്ദ്രൻ നീലിമയെ ആഗ്രഹിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ തന്റെ ആഗ്രഹം തീരാതെ മഹേന്ദ്രൻ നീലിമയെ കൊല്ലില്ല. ഇത് മറ്റാരോ ആണ്. ആരും അറിയാത്ത, ഇന്നേ വരെ ഇതിലൊന്നും വന്നുപെടാത്ത ഒരാള്. ആര്?
അത് ആരാണെന്ന് കണ്ടെത്തണം. അയാളെ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ മഹേന്ദ്രൻ മാത്രമാകും. അതിനു മഹേന്ദ്രൻ നിന്റെ മുമ്പിൽ വരണ്ടേ ശ്രീനാഥ്? വരുത്തും. വന്നാലറിയാം ആരാണ് നീലിമയെ കൊന്നതെന്ന്. അതറിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. ശ്രീനാഥ് ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. എവിടെയായിരുന്നു ശ്രീയേട്ടാ? എന്തിനാ എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകുന്നത്? രാധിക റൂമിലേക്ക് വന്ന ശ്രീനാഥിനെ നോക്കി കരഞ്ഞു. ഇല്ല രാധു, ഒറ്റയ്ക്കാക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? കുഴപ്പമില്ല. രാധിക ശ്രീയോട് ചേർന്നിരുന്നു. എന്താ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശ്രീയേട്ടാ? നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. ആരൊക്കെയോ ചെയ്തു വെച്ച എന്തൊക്കെയോ നമ്മൾ അനുഭവിക്കുന്നു. കാശിയാണോ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്? അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല ശ്രീയേട്ടാ. അരുൺ ചേട്ടനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പാവം, ഒരുപാട് പേടിച്ചുപോയി. പക്ഷെ കാശിയേട്ടൻ അവിടെ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അധികം സംസാരിക്കണ്ട, വയ്യല്ലോ നിനക്ക്. കിടക്ക്. ശ്രീനാഥ് രാധികയുടെ അടുത്ത് കിടന്നു. എന്തിനാ മോളെ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? വയ്യല്ലോ മോൾക്ക്. ഇന്ന് ശനിയല്ലേ, കോളേജില്ലല്ലോ. കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? താഴേക്ക് വന്ന രാധികയോട് ശ്രീജ ചോദിച്ചു. ഉറക്കം വന്നില്ലമ്മേ, അതാ. ശ്രീയോ? ഉറങ്ങുവാ. അവനെ ഇപ്പൊ ഒന്നും നോക്കണ്ട, ഉറക്കഭ്രാന്തൻ. മുത്തശ്ശി കലണ്ടർ നോക്കി പറഞ്ഞു. എന്താ മുത്തു കലണ്ടർ നോക്കുന്നേ? രാധിക കുഞ്ഞുലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. അതല്ല മോളെ, ഈ മാസം 2 അമാവാസിയുണ്ടേ. ദശമിയും അമാവാസിയും ഒരുമിച്ച് വരുന്ന അന്ന് കാവിൽ പൂജ നടത്തണം. അത് നോക്കുമായിരുന്നു മുത്തശ്ശി. എന്റെ മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മുത്തു. രാധിക കലണ്ടറിലേക്ക് നോക്കി. കാവില് മോള് വിളക്ക് വെക്കേണ്ടി വരും അപ്പോ, കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു. ആ മുത്തശ്ശി, ഞാൻ വയ്ക്കാം. സഹദേവാ, മുഴുവന്നൂരിനെ കണ്ട് പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ മാസം അവസാനത്തേക്കാണ് അമാവാസി വന്നിരിക്കുന്നേ. ആ ശരി അമ്മേ. അങ്കിൾ, അരുൺ അവിടേക്ക് വന്നു. എന്താ അരുൺ? സഹദേവൻ ചോദിച്ചു. ഞാൻ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുക. വന്നിട്ട് കുറേ ആയില്ലേ. കാവിലെ പൂജ കഴിഞ്ഞ് പോകാം മോനെ, സഹദേവൻ പറഞ്ഞു. അത് വേണ്ട അങ്കിൾ, പൂജയ്ക്ക് ഞാൻ വരാം. പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ടെനിക്ക്. നീ എങ്ങോട്ടും പോകുന്നില്ല. ശ്രീനാഥ് അവിടേക്ക് വന്നു. എടാ, പൂജ കൂടി കഴിഞ്ഞിട്ട് പോകാം. അമ്മ വിളിച്ചിരുന്നു ശ്രീ, ലച്ചുവിനെ കാണാൻ വരുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ. സോ ഞാൻ പോയി വരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പോയി വരണം. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ശ്രീനാഥും സച്ചിയും ഹോസ്പിറ്റലിന്റെ കാര്യത്തിനായി ഓടി നടന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ശ്രീനാഥും സച്ചിയും സഹദേവനും രാജനും രഘുവും മനക്കിലെത്തി. അതെ, മറ്റന്നാളാണ് പൂജ. മുഴുവനൂർ എന്നാ എത്തുക? കുഞ്ഞുലക്ഷ്മി സഹദേവനോട് ചോദിച്ചു. മറ്റന്നാൾ കാലത്ത് എത്തും അമ്മേ. പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം നാളെ വൈകിട്ടെത്തും. പന്തലുപണിക്കുള്ളവർ കുറച്ചു കഴിഞ്ഞാൽ വരും. രഘു സഹദേവനെ നോക്കി. മറ്റന്നാളോടുകൂടി എല്ലാം ഒരു തീരുമാനമാകും രഘു. സഹദേവ, എന്റെ മോള്. ഭയം എനിക്കുണ്ട് രഘു. പക്ഷേ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മറ്റന്നാളോടെ എല്ലാം അവസാനിക്കുന്നത്. മോൾക്കൊന്നും വരില്ല. ശ്രീനാഥ് എല്ലാം കേട്ടിരുന്നു. കുട്ടേട്ടാ, രാധ ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? സച്ചി ശ്രീനാഥിനെ നോക്കി. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറയണം. ശ്രീനാഥ് റൂമിലേക്ക് പോയി. എന്താ രാധു കലണ്ടർ നോക്കുന്നേ? രാധിക ശ്രീനാഥിനെ നോക്കി. എന്താടാ, എന്താ ഒരു വിഷമം? ശ്രീനാഥ് രാധികയുടെ താടി പിടിച്ചുയർത്തി. അതെ, എന്റെ പീരീഡ് ഡേറ്റ് 16 ഇന്ന് 28 ഇതുവരെ പീരീഡ് ആയിട്ടില്ല. അതായിക്കോളും. അല്ല, എന്താ ഈ മന്ത് ആയിട്ടില്ലേ? ശ്രീനാഥ് ചോദിച്ചു. ഇല്ല, അതല്ലേ പറഞ്ഞേ, ആയിട്ടില്ലെന്ന്. ഡേറ്റ് തെറ്റി, രാധിക പറഞ്ഞു. ക്ഷീണമുണ്ടോ? ശ്രീനാഥ് ചോദിച്ചു. 2 ദിവസമായിട്ട് മോർണിംഗ് സിക്നസ് തോന്നാറുണ്ട്.
അപ്പോ അത് തന്നെ. ശ്രീനാഥ് ചിരിച്ചു. നമുക്ക് ബാലയെ കൺസൾട്ട് ചെയ്യാം. അവൾ ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതാകുമ്പോ നമുക്കറിയാവുന്ന ആളല്ലേ? ശ്രീയേട്ടൻ പറയുന്ന പോലെ. എന്നാ ഞാൻ താഴേക്ക് ചെല്ലട്ടെ? രാധിക റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്റെ നാഗത്താമാരെ, ഒരവസാന കൊട്ടിക്കലാശത്തിന് ഇറങ്ങാൻ ഞാൻ. എന്റെ രാധികയെ കാത്തോളണേ. ശ്രീനാഥ് നെഞ്ചിൽ കൈവച്ച് കിടന്നു. അതെ, ഒരു വിശേഷമുണ്ട്. ശ്രീജ ഹാളിലിരിക്കുന്ന സഹദേവന്റെയും രഘുവിന്റെയും അടുത്തേക്ക് വന്നു. എന്താ ശ്രീജേ? രണ്ടാളും മുത്തച്ഛനാകാൻ പോന്നു. രാധുമോൾക്ക് വിശേഷമുണ്ട്. രഘുവും സഹദേവനും പരസ്പരം നോക്കി. സന്തോഷത്തേക്കാൾ ഭയമാണ് അവർക്ക് തോന്നിയത്. നീ എങ്ങോട്ടാ ലച്ചു? പുറത്തേക്ക് പോകാനിറങ്ങിയ ലച്ചുവിനോട് രാജൻ ചോദിച്ചു. മാമ, ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. എല്ലാവരുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വാങ്ങാൻ പറഞ്ഞു അമ്മ. ആ, അധികം വൈകണ്ട, നേരത്തെ പോര്. ആ ശരി മാമ. ചേച്ചി, സ്റ്റിച്ച് ചെയ്ത് വച്ചതൊക്കെ കൊണ്ടുപോകാൻ വന്നതാ. ലച്ചു തയ്യൽ കടയിലെ സ്ത്രീയോട് പറഞ്ഞു. എടുത്തു വച്ചിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ എടുത്തിട്ട് വരാം. ആ സ്ത്രീ അകത്തേക്ക് പോയി. ലച്ചു കടയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. നോക്കടാ, ഒരുത്തൻ കൂട്ടുകാരനെ തട്ടി ലച്ചുവിനെ കാണിച്ചു കൊടുത്തു. കൊള്ളാലോ മുതല്, ഒന്ന് മുട്ടി നോക്കാം. ഇതാ കുട്ടി. അകത്തുനിന്ന് കവറെടുത്ത് ആ സ്ത്രീ വന്നു. ലച്ചു അത് വാങ്ങി കാശ് കൊടുത്ത് പുറത്തേക്ക് നടന്നു. പിന്നാലെ അവന്മാരും. ഏയ്, ഒന്ന് നിന്നേ. അവന്മാരിൽ ഒരുത്തൻ ലച്ചുവിനെ പിന്നിൽ നിന്ന് വിളിച്ചു. കുട്ടി, തന്നെയാ വിളിക്കുന്നേ. ലച്ചു തിരിഞ്ഞു നോക്കി. കുട്ടിയുടെ പേരെന്താ? ലച്ചു രണ്ടാളെയും നോക്കി ഒന്നും മിണ്ടാതെ തിരികെ നടന്നു. ഒന്ന് നിൽക്കടോ. പേര് പറയുന്നതിന് എന്താ ഇത്ര ജാടാ? പേരല്ലേ ചോദിച്ചത്. ലച്ചു തിരിഞ്ഞു നോക്കാതെ റോഡിലേക്കിറങ്ങി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. അവർ ലക്ഷ്മിയുടെ മുന്നിൽ കയറി നിന്നു. എന്താടി, നിനക്ക് ചെവി കേൾക്കില്ലേ? ലച്ചു ചുറ്റും നോക്കി. റോഡിൽ അധികമാരും ഉണ്ടായിരുന്നില്ല. എന്താടി നിന്റെ പേര്? പറഞ്ഞിട്ട് നീ പോയാ മതി. പെട്ടെന്നാണൊരു ബൈക്ക് ലച്ചുവിന്റെ അടുത്തു വന്ന് നിന്നത്. എന്താ ലച്ചു? ലച്ചു നോക്കി. കാശിയേട്ടൻ. ലച്ചു ബൈക്കിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താ പ്രശ്നം? കാശി ബൈക്കിൽ നിന്നിറങ്ങി. കാശിയേട്ടാ, ഇവരെന്നെ ശല്യം ചെയ്യാ, പേര് ചോദിച്ചിട്ട്. കാശി അവന്മാരെ നോക്കി. നിങ്ങൾക്കിവളുടെ പേരറിയണോടാ? വേണോന്ന്? വേണ്ട. എന്നാ പോവാൻ. കാശി ഒച്ചയെടുത്തു. നീ എങ്ങോട്ടാ? കാശി ചോദിച്ചു. മനക്കൽക്ക്. എന്നാ കേറിക്കോ, ഞാൻ അവിടെ ആക്കിത്തരാം. വേണ്ട കാശിയേട്ടാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവരിനിയും വന്നാലോ? നീ കേറിക്ക പെണ്ണേ, ഞാൻ അവിടെ ആക്കിത്തരാം. ഞാനും ആ വഴിക്കാം. ലച്ചു കാശിയുടെ ഒപ്പം ബൈക്കിൽ കയറി. മനക്കിലെല്ലാവർക്കും സുഖമല്ലേ? ആ കാശിയേട്ടാ, രാധചേച്ചിക്ക് വിശേഷമുണ്ട് കേട്ടോ. ആണോ? കാശിയുടെ കണ്ണു നിറഞ്ഞു. കാശിയേട്ടനിപ്പോ വലിയടത്ത് ചെല്ലാറില്ലല്ലേ? ഇല്ല, അവിടെ കയറരുതെന്ന ഓർഡർ. തെറ്റ് ചെയ്തിരുന്നപ്പോ ഒരാൾ ഇതേപോലെ നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ ആയപ്പോ ആർക്കും വേണ്ടാത്തവനായി ഞാൻ. എന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും. കാശി കണ്ണു തുടച്ചു. കരയാണോ കാശിയേട്ടൻ? ഏയ്, കാറ്റടിച്ച് കണ്ണീന്ന് വെള്ളം വന്നതാ. എല്ലാം ശരിയാകും കാശിയേട്ടാ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാകും. ലച്ചു പറഞ്ഞു. നീ എവിടെ പോയതാ? നാളെ കഴിഞ്ഞ കാവില് പൂജയാണ്. ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വന്നതാ. എന്നാ നീ ഇവിടെ ഇറങ്ങിക്കോ. ഇനി ഇത് കണ്ട ആരും പ്രശ്നം ഉണ്ടാക്കണ്ട. താങ്ക്സ് കാശിയേട്ടാ, അവരിൽ നിന്ന് രക്ഷിച്ചതിനും ഇവിടെ കൊണ്ടുവന്നാക്കിയതിനും. ലച്ചു മനക്കിലേക്ക് നടന്നു. കാശി ബൈക്കെടുത്തു പോയി. ലച്ചു പൂമുഖത്തേക്ക് കയറിയപ്പോഴാണ് അരുണിന്റെ കാർ മുറ്റത്തു വന്ന് നിന്നത്. ലച്ചു തിരിഞ്ഞു നോക്കി. ദൈവമേ, ഞാൻ ആ കാശിയേട്ടന്റെ ഒപ്പം വന്നത് അരുണേട്ടൻ കണ്ടുകാണോ? അരുൺ ഡോർ തുറന്ന് പുറത്തിറങ്ങി ലച്ചുവിനെ രൂക്ഷമായൊന്ന് നോക്കി. ആ അരുൺ, നീ എത്തിയോ? ശ്രീനാഥ്
പൂമുഖത്തേക്ക് വന്നു. അരുൺ ലച്ചുവിനെ നോക്കിക്കൊണ്ട് പൂമുഖത്തേക്ക് കയറി. നീ നാളെ എത്തുള്ളൂന്ന് പറഞ്ഞിട്ട്? ശ്രീനാഥ് അരുണിനെ നോക്കി. ഇന്ന് വന്നതുകൊണ്ട് നന്നായി, അതല്ലേ പലതും കാണാൻ കഴിഞ്ഞത്. അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. എന്താടാ? ശ്രീനാഥ് ചോദിച്ചു. ഇവളിപ്പോ ആരുടെ കൂടെയാ ഇങ്ങോട്ട് വന്നേന്നറിയോ നിനക്ക്? ആ കാശിയുടെ കൂടെ, അവന്റെ ബൈക്കിൽ. ആണോടി? ശ്രീനാഥ് ലച്ചുവിനെ നോക്കി. ലച്ചു മുഖം താഴ്ത്തി നിന്നു. ആണോന്ന്? ശ്രീനാഥ് കൈവീശി ലച്ചുവിന്റെ മുഖത്തേക്കടിച്ചു. കുട്ടേട്ടാ, മിണ്ടരുത്, കേറിപ്പോടി അകത്തേക്ക്. ശ്രീനാഥ് ഒച്ചയെടുത്ത് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടു. ലച്ചു, നിന്റെ ബാഗ്. കാശി ബാഗ് ലച്ചുവിന് നേരെ നീട്ടി. അരുൺ ദേഷ്യത്തോടെ അത് വാങ്ങി. നീ എങ്ങോട്ടാ ശ്രീ? രാത്രി പുറത്തേക്ക് പോവാനൊരുങ്ങിയ ശ്രീയോട് അരുൺ ചോദിച്ചു. എനിക്ക് അവനെ ഒന്ന് കാണണം, കാശിയെ. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, അരുൺ പറഞ്ഞു. പിന്നെ കാണാതെ? അവനിപ്പോ രാധികയെ വിട്ട് എന്റെ പെങ്ങളെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവനെ ഞാൻ കാണണ്ടാന്നോ? നിനക്കത് പറയാം, എന്റെ പെങ്ങളാണ്. അതെ, നിന്റെ പെങ്ങൾ തന്നെ. അതിന് അവനെ പോയി കാണാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. വേണ്ട, നീ അവനെ കാണാൻ പോകുന്നില്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ. ഞാൻ കെട്ടാൻ പോകുന്നവളാ ലച്ചു, എനിക്ക് പ്രശ്നമില്ല, അരുൺ പറഞ്ഞു. അരുൺ, നീ... ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നാളെ കഴിഞ്ഞാൽ പൂജയാണ്. അന്ന് മഹേന്ദ്രനായി കാശി ഇവിടെ വരാനുള്ളതാ. ശരി, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവനെ വെറുതെ വിടുക. അന്നേരമാണ് ശ്രീനാഥിന്റെ ഫോൺ റിങ് ചെയ്തത്. 1 മിനിറ്റ്. ശ്രീനാഥ് ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി. പിറ്റേന്ന് കാലത്ത് പന്തൽപ്പണിക്ക് ആൾക്കാർ വന്നിരുന്നു. കാവിന്റെ അടുത്ത് എല്ലാവരും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അന്ന് വൃത്തിയാക്കിയതാ, എത്ര പെട്ടെന്നാ കാട് കയറിയത്, സച്ചിൻ പറഞ്ഞു. അതെ സച്ചി. അരുൺ തൂമ്പയെടുത്ത് വൃത്തിയാക്കുകയായിരുന്നു. രാധികയും ലച്ചുവും എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവുമായി വന്നു. നീ എന്തിനാ ഈ വെയിലത്തിങ്ങനെ ഇറങ്ങി നടക്കുന്നേ? ശ്രീനാഥ് രാധികയോട് ചോദിച്ചു. രാധിക ചുറ്റും നോക്കി. എനിക്ക് ശ്രീയേട്ടനെ കാണാൻ തോന്നി, അതാ വന്നത്. ആണോ? എന്നാ ആ തണലിലേക്ക് മാറി നിൽക്ക്, ശ്രീനാഥ് പറഞ്ഞു. രാധിക തണലിൽ ഒരിടത്തിരുന്നു. രാധിക കാവിലേക്ക് നോക്കി. ശ്രീയേട്ടാ, രാധിക വിളിച്ചു. എന്താ രാധു? നോക്ക്, കാവിൽ നീലിമയുണ്ട്, രാധിക പറഞ്ഞു. ഇവിടെ ഇല്ലല്ലോ, എനിക്ക് കാണാനില്ല, ശ്രീനാഥ് പറഞ്ഞു. ഉണ്ട്, എന്റെ നേരെ വരുന്ന ശ്രീയേട്ടാ. അവൾ കാവിലേക്ക് നോക്കുമ്പോൾ നീലിമ തനിക്ക് നേരെ വരുന്നത് കണ്ടു. ഇല്ല രാധു, നിനക്ക് തോന്നുന്നതാ. പിന്നെ എനിക്കെന്താ കാണാത്തെ? ഉണ്ട്, അതെന്റെ നേരെ വരുന്നുണ്ട്. രാധിക ശ്രീനാഥിന്റെ കൈ മുറുക്കെ പിടിച്ചു. ഇല്ല രാധു. ഉണ്ട്, അതെന്റെ അടുത്തേക്കെത്തി. ശ്രീയേട്ടാ. രാധിക തലകറങ്ങി വീണു.